ഹലോ, ഉത്തര മെഡിക്കൽസ് അല്ലേ? ഞാൻ ഗാർഗിയ. എൻ്റെ ഹസ്ബൻഡിന് നല്ല സുഖമില്ല. ഡോക്ടർ വിളിച്ചപ്പോൾ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു തന്നാൽ ഒന്ന് വീട്ടിലെത്തിക്കാൻ പറ്റൂ? പുള്ളിക്കാണെങ്കിൽ തീരെ വയ്യ. ഓക്കെ, താങ്ക് യു. മാം, ബില്ല് ഇതിന്റെ കൂടെ ഉണ്ട്. എമൗണ്ട് ഞാൻ ഓൺലൈനിൽ പേ ചെയ്തോളാം. ഓക്കെ മാഡം. ശരി. അമ്മയെ വിളിച്ച് പനിയാണെന്ന് പറയാം. അമ്മ ബിസിയാണല്ലോ. റിയെ വിളിക്കാം. എന്തോ അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊണ്ടുവന്നതാ, കഴിക്ക്. വേണ്ട. എന്നോടുള്ള വിരോധം മരുന്നിനോട് കാണിക്കണ്ട. ഇത് കഴിച്ചാലേ സുഖാവൂ. കഴിച്ചേ. ജിതിൻ, എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് തടസ്സമാവാതിരിക്കാൻ പാർവതിയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാൻ ഇട്ടത് ഞാൻ തന്നെയായിരുന്നു. എന്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാ ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടു പോയതും. പക്ഷേ അതിനവരെ ഏർപ്പെടുത്തിയത് ഞാനോ പ്രഭാവതിയോ വിനയാണെന്ന് പാർവതി അറിയാൻ ഒരു സാധ്യതയുണ്ടായിരുന്നതല്ല. എന്നാൽ അവൾ അത് അറിഞ്ഞിരിക്കുന്നു. അവളതെങ്ങനെ അറിഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾ അത് അറിഞ്ഞു. അവളെ തട്ടിക്കൊണ്ടു പോവാൻ ഗുണ്ടകളെ ഏർപ്പെടുത്തിയതിന് എല്ലാവരും സൂക്ഷിച്ചിരിക്കണമെന്ന് അവൾ പ്രഭാവതി ആന്റിയെ ഭീഷണിപ്പെടുത്തി. അവൾ അത് തന്നെ വിനയോടും പറഞ്ഞു. അല്ല, പാർവതിക്ക് എന്തോ ദിവ്യദൃഷ്ടിയോ തേടയോ ഒക്കെ ഉണ്ടെന്നാണല്ലോ വെപ്പ്. ഒരുപക്ഷെ ഇനി അങ്ങനെ മൂന്നാം കണ്ണിൽ തെളിഞ്ഞതായിരിക്കോ ഇതൊക്കെ? അങ്ങനെ തന്നെയാ ഞങ്ങളും കരുതുന്നത്. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് വേറെന്തെങ്കിലും നീക്കം ഉണ്ടായോ? ഉണ്ടായി. പക്ഷേ അതവളുടെ നേരിട്ടുള്ള നീക്കം ആയിരുന്നില്ല. പിന്നെ വിശാല് പാർവതിയെ തട്ടിക്കൊണ്ടു പോയതിന്റെ പേരിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതില് നിങ്ങളുടെ പേരുണ്ടായിരുന്നോ? പാർവതിയെ തട്ടിക്കൊണ്ടു പോയതിൽ നിങ്ങൾക്ക് പങ്കുണ്ടായിരുന്നെന്ന് അവനറിയാവോ? വിശാലിന് ഞങ്ങളിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് പാർവതി ഞങ്ങളെക്കുറിച്ച് അവനോട് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ലെന്നാ. അവളങ്ങനെയാണല്ലോ. വിശാലിനെ കളത്തിലിറക്കാതെ ഞങ്ങൾക്കെതിരെ തനിച്ച് യുദ്ധം ചെയ്ത് വിജയിക്കാൻ വേണ്ടിയാണല്ലോ അവള് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അല്ല, എന്നിട്ടെന്തായി? നീ അത് പറയ്. സ്റ്റേഷനിൽ ഇങ്ങനൊരു പരാതി വന്ന വിവരം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ചാരൻ ഞങ്ങളെ അറിയിച്ചു. പരാതിയിൽ ഞങ്ങളുടെ ആരുടെയും പേരൊന്നും ഇല്ലാന്ന് അയാൾ പറഞ്ഞു. ഞങ്ങളെക്കുറിച്ച് ഒരു സംശയം പോലും ആ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തിനാ ടെൻഷനാവുന്നേ? അങ്ങനെ പറയാൻ പറ്റില്ല ജിതിൻ. ആ കേസ് അന്വേഷിച്ചത് CI അരവിന്ദനാണ്. പരാതിയിൽ പേരില്ലെങ്കിലും അയാൾക്ക് പ്രഭാവതിയിൽ സംശയം തോന്നുകയും പ്രഭാവതിയെ രഹസ്യമായി ചോദ്യം ചെയ്യുകയും ഉണ്ടായി. അരവിന്ദനെ സൂക്ഷിക്കണം. ജയയുടെ സഹോദരനായതുകൊണ്ട് അവനെ എനിക്ക് നന്നായിട്ടറിയാം. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയ
അവൻ അന്വേഷിച്ച് നമ്മളെ കൊടുക്കും. ഞാനതിൽ അനുഭവസ്ഥനാണല്ലോ. ആ കിഡ്നാപ്പിംഗ് കേസ് ഇനി അയാൾ അന്വേഷിക്കില്ല. നീ എന്തൊക്കെ അറിയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജിതിൻ, ആദ്യം അയാൾ കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഇനി ആ കേസ് അന്വേഷിക്കുന്നില്ല എന്ന്. അരവിന്ദൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായിരുന്നു. പക്ഷേ അതിനിടെ വിശാല് പെട്ടെന്ന് പരാതി അങ്ങ് പിൻവലിച്ചു. അതെന്താ പരാതി പിൻവലിച്ചത്? അങ്ങനെ അവൻ പരാതി പിൻവലിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതാം. ഇനി വിശാൽ എന്തിനാണ് കേസ് പിൻവലിച്ചതെന്നൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ച ഒരുപക്ഷെ നമുക്കുള്ള കുരുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പോലെ ആവും. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ആ, അത് ശരിയാ. ഇനി ഏതായാലും അതിന്റെ പിന്നാലെ പോണ്ട. പക്ഷേ ഞാൻ വീണ്ടും പറയുക, അരവിന്ദിനെ സൂക്ഷിക്കണം. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. ആ, അല്ല, എന്തായി നമ്മുടെ കാര്യങ്ങൾ? സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ജിതിൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ട്രഷർ ഹണ്ട് പോലെ തന്നെ ഓരോരോ കടമ്പകൾ കടക്കണം. ഈ അടുത്ത കാലത്തായിരുന്നു വിശാലിന്റെ മുത്തശ്ശന്റെ ഓർമ്മ ദിനം. അന്ന് അവിടെ കോളനിയിൽ മുത്തശ്ശന്റെ അനുസ്മരണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു പെൺകുട്ടിക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായതുപോലെ തുള്ളി ഉറഞ്ഞ് ചില പ്രവചനങ്ങളൊക്കെ നടത്തി. എന്ത് പ്രവചനം? ദുർഗാഷ്ടമി ദിനത്തിൽ വിശാലിന് എന്തോ വലിയ സമ്മാനം കിട്ടാൻ പോവാണെന്ന്. ഓ, അത് മാത്രമല്ല, അവന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും കിട്ടുമെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? അത് തന്നെയാ ഞങ്ങളും ആലോചിക്കുന്നത്. പ്രിയ, എന്ത് സമ്മാനമാണെങ്കിലും അത് നമുക്ക് തട്ടിയെടുക്കണം. ആ സമ്മാനം തട്ടിയെടുക്കാനുള്ള തത്രപ്പാടില പ്രഭാവതി ആന്റി. കിട്ടുന്നത് മുഴുവനും അവർക്ക് വേണോ അല്ലേ? പ്രിയ, അവർക്ക് സമ്മാനം കിട്ടാനുള്ള ഇടയുണ്ടാക്കരുത്. ഞാൻ അതിന് അവരെ അനുവദിക്കുന്ന ജിത്തിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ആ സമ്മാനം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അത് നമുക്ക് തന്നെ കിട്ടും. അതും കൂടി കിട്ടിയ അത് നമുക്കൊരു ബോണസ് അല്ലേ റിയ? തീർച്ചയായും. അല്ല റിയ, ഇതെല്ലാം കൂടി എന്നും നമ്മുടെ കയ്യിൽ വന്ന് ചേരും. ഇത് കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് വിദേശത്തേക്ക് പറക്കാൻ പറ്റൂ. എന്നാലല്ലേ നമുക്ക് അവിടെ സെറ്റിൽ ആവാൻ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പരോളിലിറങ്ങി മുങ്ങി നടക്കുന്നവനാ ഞാൻ. പോലീസുകാർ പൊക്കുന്നതിന് മുമ്പ് സകല സ്ഥാവര ജംഗമ വസ്തുക്കളും തട്ടിയെടുത്ത് നമുക്കിവിടെ നിന്ന് മുങ്ങണം റിയ. ജിതിൻ, കുറച്ചു ദിവസം കൂടി ജിതിൻ സൂക്ഷിച്ചും കണ്ടും പുറത്തിറങ്ങണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിലും നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ നോക്ക്. ഞാനതിന് ശ്രമിക്കുന്നുണ്ട് ജിതിൻ. വിനയ വിളിക്കുന്ന ഒരു കാര്യമില്ലാതെ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. എന്നെ തിരിയാനും നിവരാനും സമ്മതിക്കില്ല. ഇയാൾക്കെന്താ ഇത്ര തിടുക്കം? എനിക്കവനോട് സംസാരിക്കുന്നതേ ഇഷ്ടമല്ല. താൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇത് ഓൺ ചെയ്ത് വെച്ചിരുന്ന അയാൾ എനിക്ക് ഒരു സ്വൈര്യം തരാതെ വിളിച്ചോണ്ടേയിരിക്കും. അതിനൊക്കെ ഭേദം ഇത് ഓഫ് ചെയ്ത് വെക്കുന്നല്ലേ. നീ ആള് കൊള്ളാലോ റിയ. അപ്പോ എന്റെ കോള് വരുമ്പോഴും നീ ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല ജിതിൻ. നമ്മൾ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ രഹസ്യമായിരിക്കണ്ടേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് നിന്റെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? ഓ, അത് ശരി. അല്ലാതെ എന്നേക്കാൾ നല്ലൊരുത്തനെ കാണുമ്പോ, കൂടുതൽ പണവും സൗന്ദര്യമുള്ള ഒരുത്തനെ കാണുമ്പോ നീ എന്നെ ഉപേക്ഷിച്ച് പോവില്ലല്ലോ അല്ലേ? ജിതിൻ, എന്തോന്ന് വർത്താനായി പറയുന്നേ? ജിതിനെ ഞാൻ ഉപേക്ഷിക്കാനോ? എനിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കൊന്നവനല്ലേ നിങ്ങൾ? ആ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കോ? ഒന്ന് വിശ്വസിക്ക് ജിതിൻ. ജിതിൻ എന്നെ വിശ്വസിക്കാം. എനിക്ക് നിന്നെ വിശ്വാസം അറിയാം.
ഹലോ വിനയ്, അമ്മ എന്താടാ എന്തു പറ്റി? എന്താടാ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? നിനക്ക് സുഖമില്ലേ? അമ്മേ, എനിക്ക് തീരെ സുഖമില്ല അമ്മേ. നല്ല പൊള്ളുന്ന പനിയാ. ആ, അമ്മ വേഗം ഒന്ന് വീട്ടിലേക്ക് വരുമോ? എടാ റിയ അവിടെ ഇല്ലേ? അവളിവിടെ ഇല്ല. ഉം. വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. വിനയ്, എനിക്ക് ഇവിടെ ചില അത്യാവശ്യ ജോലികളുണ്ട്. നീ റിയയെ ഒന്നുകൂടി ഒന്ന് വിളിക്ക്. അല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. അമ്മ അവളെ വിളിക്കണ്ട. അമ്മ തന്നെ ഒന്നും കൂടെ വന്നാ മതി. എടാ ഞാൻ ഇത്തിരി ബിസിയാണെന്ന് പറഞ്ഞില്ലേ? ഇതിനിടെ നിന്ന് ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും? ഓ, അമ്മയ്ക്ക് എന്നെക്കാൾ വലുതാണ് അവിടുത്തെ ജോലിയല്ലേ? വിനയ്, നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ? അതിന്റെ സീരിയസ്നെസ് അറിയില്ലേ നിനക്ക്? അതെല്ലാം ഉടനെ സോൾവ് ചെയ്തില്ലെങ്കിൽ കമ്പനി ഉടനെ പൂട്ടി കെട്ടേണ്ടി വരും. ഞാൻ അതെല്ലാം ഏത് വിധേനയും പരിഹരിക്കാനുള്ള ശ്രമത്തിലാ. നിന്റെയും റിയയുടെയും വാക്ക് കേട്ട് മദ്യക്കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടത് വലിയ ബുദ്ധിമോശമായി പോയി. എന്തു പറ്റി അമ്മേ? നീ അറിഞ്ഞു കാണില്ല. എങ്കിലേ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എന്താ എന്താ പറ്റിയത്? എടാ, നമ്മുടെ ഡിസ്ലറിയിൽ ഉണ്ടാക്കിയ മദ്യം കഴിച്ച് 5-6 പേര് മരിച്ചു. അതിന്റെ ടെൻഷനിലാ ഞാൻ. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ നിന്ന് നീക്കണമെങ്കിൽ എടാ കോടികൾ എടുത്തെറിയേണ്ടി വരും. ഈ സമയത്ത് പണം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് വയ്യ ജയിലിൽ പോയി കിടക്കാൻ. എന്താ നിനക്ക് പറ്റുമോ അതിന്? നമ്മുടെ കമ്പനിയുടെ മദ്യം കുടിച്ച് തന്നെയാണോ ഈ ദുരന്തം ഉണ്ടായത്? എടാ അതേടാ, നമ്മുടെ ബ്രാൻഡ് മദ്യം തന്നെയാ ചത്തവരെല്ലാം കുടിച്ചത്. അതിന് തെളിവുകളും ഉണ്ട്. വിനയ്, ഏതായാലും ഇതിപ്പോ അറിഞ്ഞതേ ഉള്ളൂ. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്നതിന് മുൻപ് സംഗതി നമുക്ക് ഒതുക്കി തീർക്കണം. ഞാൻ അതിനു വേണ്ടി ചിലരുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. ഇനി നീ പറയ്, ഇതാണോ മുഖ്യം, അതോ ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്ന് അസുഖം അന്വേഷിക്കലാണോ മുഖ്യം? അയ്യോ, അപ്പൊ നമ്മുടെ മദ്യം കഴിച്ചിട്ടാണോ എനിക്ക് ഗതി ഉണ്ടായത്? വിനയ്, നീയും നമ്മുടെ മദ്യം കുടിച്ചോ? ഉവ്വ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3-4 പെഗ് അടിച്ചു. ആ, അയ്യോ എന്റെ ദൈവമേ. എടാ വിനയ്, നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നേ? വിനയ്, നീ ഇനിയും വെച്ച് നോക്കിക്കൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ല്. അമ്മ പേടിക്കണ്ട. ഗാർഗി ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞ് എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്. കുറച്ചേരം ഞാനൊന്ന് നോക്കട്ടെ. കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. ശ്ശോ. അമ്മ അവിടുത്തെ കാര്യങ്ങൾ ഡീലി. എടാ മോനെ, ഞാൻ അമ്മ സമാധാനമായിട്ട് ഇരിക്കേ. അയ്യോ, എന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്ക്. ഇനി എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അമ്മ ഫോൺ വെച്ചോ. ശ്ശേ. അയ്യോ, ശ്ശോ. ഈശ്വരാ, എന്താവും എന്തോ. വീണ്ടും ആ കിഴങ്ങൻ വിനയ തന്നെയാണോ വിളിക്കുന്നത്? അല്ല, വിനയല്ല, വിശാലിന്റെ നമ്പറാ. അവനെയും നീ മയക്കി വീഴ്ത്തിയിരിക്കുകയാണല്ലേ? ഹാ, അവനെ അത്ര പെട്ടെന്നൊന്നും പാട്ടിലാക്കാൻ പറ്റില്ല മോനെ. അവനൊരു മര്യാദാ പുരുഷോത്തമനാ. അല്ല, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാ. താൻ ചുമ്മാ കോൾ അറ്റൻഡ് ചെയ്യണം. ഹലോ റിയ, ഇത് ഞാനാ വിശാൽ. ആ, എനിക്ക് മനസ്സിലായി. ഞാൻ കരുതി എൻ്റെ പുതിയ നമ്പർ റിയയ്ക്ക് അറിയില്ല എന്ന്. കമ്പനി രജിസ്റ്ററിൽ നിന്നും വെറുതെ വിശാലിന്റെ നമ്പർ എടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നു. വിശാൽ എന്തിനാ ഇപ്പൊ വിളിച്ചേ? റിയ ഇപ്പൊ തിരക്കില്ലല്ലോ ആണോ? അല്ല. അടുത്ത ആരെങ്കിലും ഉണ്ടോ? വിനയോ അമ്മയോ മറ്റോ? ഇല്ല. ഇത് ഞാൻ വളരെ പേഴ്സണലായിട്ട് റിയയെ വിളിക്കുന്നത്. മറ്റാരും ഇതറിയാൻ പാടില്ല. എൻ്റെ ഭാര്യ പാർവതി പോലും. ഒരു മിനിറ്റ്.
വിശാൽ പറയൂ, ആരോരും അറിയാതെ അത്ര സ്വകാര്യമായിട്ട് എന്നോട് എന്താ പറയാനുള്ളത്? ഞാനൊരു മണ്ടനെന്നാവും ഇപ്പൊ ചിന്തിക്കുന്നല്ലേ? അതെന്താ ഇപ്പൊ അങ്ങനൊരു തോന്നൽ? അല്ല, റിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടും ഞാനത് കണ്ടിട്ടും കാണാത്ത പോലെ അകന്നു മാറിപ്പോയില്ലേ? അത് വല്ലാത്തൊരു മണ്ടത്തരമായി പോയെന്ന് എനിക്കിപ്പോ തോന്നുറിയ. നിങ്ങളൊക്കെ ഏകപത്നി വ്രതക്കാരല്ലേ? അങ്ങനെയുള്ള ഏകപത്നി വ്രതക്കാർക്കൊന്നും എന്നെപ്പോലുള്ള ആളുകളെ കണ്ണി പിടിക്കില്ലല്ലോ. നിങ്ങളുടെ കണ്ണിൽ ഞാൻ വെറും ഒരു ചീത്ത പെണ്ണല്ലേ? ഏയ്, നിങ്ങളുടെ അനിയനെ കറക്കിയെടുത്ത ഒരു മോശക്കാരി. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് തെറ്റ് പറ്റിയെന്ന്. ഞാൻ റിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഞാൻ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. തനിക്ക് സൗന്ദര്യം മാത്രമല്ല, തലയിൽ ചാണക്യന്റെ ബുദ്ധി കൂടി ഉണ്ടെന്ന് ഞാൻ കുറച്ചുകൂടി നേരത്തെ അറിയണമായിരുന്നു. ഞാൻ കരുതിയത് എന്റെ ഭാര്യയാണ് ബുദ്ധിശാലിയെന്ന്. പക്ഷേ അവളൊന്നുമല്ല ബുദ്ധിശാലി. റിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ അവൾക്ക് ബുദ്ധിയേ ഇല്ല. സത്യത്തില് അവള് മണ്ടിയ. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവളുടെ വാക്ക് കേട്ടതുകൊണ്ട് കയ്യിൽ കാശില്ലാതെ അവൾക്കൊപ്പം എനിക്ക് ഇവിടെ ഒന്ന് താമസിക്കേണ്ടി വന്നത്. അവളുടെ സ്ഥാനത്ത് റിയയാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും എങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ വീടും സ്വത്തുക്കളും നഷ്ടപ്പെടില്ലായിരുന്നു. ഒരു കമ്പനിക്ക് പകരം ഞാൻ 3 കമ്പനി സ്ഥാപിച്ചേനെ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ചേർന്ന് സുഖമായിട്ട് ജീവിച്ചേനെ. എല്ലാം എന്റെ ബുദ്ധിമോശം. ഇവൻ ഇപ്പോഴാണ് എന്റെ ട്രാക്കിൽ വീണത്. ഇവനെ വിടാൻ പാടില്ല. ഇവനെ വെച്ചൊരു കളി കളിക്കാം. അല്ല, പോയ ബുദ്ധി ഇനി പഴിച്ചിട്ട് എന്താ കാര്യം? അല്ലേ റിയ? വിശാലിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനടക്കം ഒന്നും. റിയ എന്താ പറഞ്ഞു വരുന്നത്? വിശാലൊന്നും മനസ്സ് വെച്ചാ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് വീണ്ടും നേടാമെന്ന്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതൊക്കെയാണ്. അപ്പയെല്ലാം പറഞ്ഞതുപോലെ. നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് വിശാൽ വരണം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. വിശാലിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഞാൻ അവിടെ ഉണ്ടാവും. വിശാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് വകകൾ കമ്പനിയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് തിരികെ നേടിത്തരും. നിങ്ങൾ വാ. പിന്നെ നമ്മൾ ഈ സംസാരിച്ച കാര്യം ആരോടും പറയരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യ പാർവതിയോട് പോലും. ഇല്ല, ഞാനിത് ആരോടും പറയില്ല. ശരി. സ്ഥലം ഞാൻ നാളെ വിളിച്ചു പറയാം. ഓക്കെ? ഓക്കെ. അല്ലറിയ, എന്തായിരുന്നു ഞാൻ കേൾക്കാതെ മാറി നിന്നൊരു സ്വകാര്യം? അതൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ കൂടെ കേൾക്കട്ടെ റിയ. അതോ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ? ജിതിൻ, അണ്ണനെയും തമ്പിയെയും ഒരേ അടിയിൽ ഞാൻ നിലം പരിശാക്കാൻ പോവാ. നീ അത് കണ്ടോ? എന്താ റിയ, നീ എന്തായി പറയുന്നേ? എങ്ങനെയുണ്ടെന്റെ പ്ലാൻ? ഉഗ്രൻ. ഇത് വർക്കൗട്ട് ആയാലേ പിന്നെ എല്ലാം നമ്മുടെ കൈപ്പിടിയിലായിരിക്കും. എന്തു പറ്റി? ഒന്നും പറയണ്ട. എന്താ പാർവതി?
എന്തിനാ നീ ഇങ്ങനെ പരിഭവിക്കുന്നേ? അയ്യോ, എന്തൊക്കെയാ ഞാൻ കണ്ടത്. നീ എന്ത് കണ്ടുവെന്ന്? അല്ല, ആ വൃത്തിയേട്ടവളോട് സംസാരിക്കുമ്പോ എന്തൊരു ഒലിപ്പീരായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്തതാണോ? നീ പറഞ്ഞതനുസരിച്ചല്ലേ അവളെ ഞാൻ വിളിച്ചത്. പാർവതി പറഞ്ഞിട്ടല്ലേ അവളോട് ഞാൻ കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിച്ചത്. എന്നാലും എന്തുപറ്റി? ഞാൻ ഓവറായി പോയോ? അതെ, ഇത് ഇത്തിരി ഓവറായി പോയി. അതെ, കൊഞ്ചു കഴിഞ്ഞ് വർത്താനം പറയാൻ പറഞ്ഞ അതങ്ങ് അതിര് വിട്ട് ചെയ്യുവാണല്ലേ? അല്ല പറു, ഞാൻ പറയുന്നതില് അവൾക്ക് വിശ്വാസം തോന്നണ്ടേ? എന്റെ വാക്കുകളിൽ അവൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാ അവള് നമ്മുടെ വഴിക്ക് വരുമോ? അവളെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഞാനിത്തിരി ഓവറായിട്ടൊക്കെ അഭിനയിച്ചത്. ഓ, ഇത് അഭിനയമായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത്, ജീവിക്കുവാണെന്നാ തോന്നിയത്.